സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ്. ഡീറ്റെയിൽസ് നിങ്ങൾ എക്സ്പേർട്ട് ഏജൻസികളുടെ സഹായം മേടിക്കണ്ടേ? നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്ട്രിയുടെ സഹായം തേടണ്ടേ? നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താണ് ലക്ഷണമെന്നോ എന്താണ് പ്രിവെന്റീവ് ആക്ഷൻ എന്നോ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എക്സ്പേർട്ട് ഏജൻസികളെ സമീപിക്കണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടണം. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിന് പകരം 10 കൊല്ലം മുമ്പുള്ള കഥ പറയാ. ഇന്നലെ മന്ത്രി തുടങ്ങി വെച്ചതാണ് ചോദ്യോത്തരവേളയിൽ 10 കൊല്ലം മുമ്പുള്ള കഥ. ഞാനിപ്പോ ഏതായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞു. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇല്ലേ? എന്താണ് ഇന്നലെ പറഞ്ഞത്? ഇവിടെ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിന്റെ 23-24 റിപ്പോർട്ടുണ്ട്. ഇതിന്റെ ഡാറ്റ 2021-22. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉള്ള സ്റ്റേറ്റ് കേരള. ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇന്ത്യയിൽ. കേക്ക് അത് ഡിക്ലൈനിങ് ആണ് ഇന്ത്യ മുഴുവൻ. ഏറ്റവും സ്ലോ ഡിക്ലൈൻ ഉള്ളത് കേരളത്തിലാണ്. ഇപ്പൊ പോലും 21-22 ഡാറ്റ അനുസരിച്ചിട്ട് 59.1% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അതിപ്പോ ഇപ്പോഴത്തെ കണക്ക് അത് 70യുടെ അടുത്തെത്തിയിരുന്ന 70%. മനസ്സിലായോ? അതേ അവസരത്തിൽ തമിഴ്നാട്, തൊട്ട അയൽവക്ക സംസ്ഥാനം, അവിടെ 2016-17 62%. ഇപ്പൊ അവിടെ 34% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറഞ്ഞു. UP ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഗണ്യമായി കുറഞ്ഞപ്പോൾ അത് കുറയാത്ത സ്ഥലമാണ്. ഇനി ടേംസ് വെച്ചിട്ടാണെങ്കിൽ നേരത്തെ 2016-17 5419 രൂപയായിരുന്നു എങ്കിൽ അത് പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എങ്കിൽ ഇപ്പൊ അത് 7889. ഇതാണ് യഥാർത്ഥ സ്ഥിതി. ഇത് 10 കൊല്ലം മുമ്പുള്ള കണക്ക് പറയാം. 10 കൊല്ലം 20 കൊല്ലം മുമ്പുള്ള കണക്ക് ഏത് കാര്യത്തിലും പറയാം. ആരോഗ്യ കേരളം എല്ലാവരും കൂടി കെട്ടിപ്പടുത്താണ്. അത് മിഷണറിമാര് സഹായിച്ചിട്ടുണ്ട്, സാമൂഹ്യ സംഘടനകൾ സഹായിച്ചിട്ടുണ്ട്, മാറി മാറി വന്ന ഗവൺമെന്റുകൾ എല്ലാ കാലത്തും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം, ഇൻഫന്റ് മോർട്ടാലിറ്റി കുറച്ചത് ഉൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇതെല്ലാം ഒന്നാമതാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത് സ്റ്റാഗ്നന്റ് ആണ്. നമ്മളിത് തിരിച്ചറിയണം. ബാക്കിയുള്ള സ്ഥലത്തുണ്ടാകുന്നത് പോലെ ഒരു മാറ്റം പല കാര്യങ്ങളിലും ഉണ്ടാകുന്നില്ല. നമ്മൾ 10, 20, 25 വർഷം പുറകിലേക്ക് പോവാണ്. ലോകത്തുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. നമ്മളത് മനസ്സിലാക്ക്. എല്ലാ രോഗങ്ങളും ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാ ലെപ്റ്റോ ഉണ്ട്, ഡെങ്കു ഫീവർ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, കോളറ ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്. മുഴുവൻ രോഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. എന്താ കാരണം? നമ്മൾ അന്വേഷിക്കണ്ടേ? നമ്മൾ ഹെൽത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടേ? അത് പരിഹരിക്കാനുള്ള സംവിധാനം വേണ്ടേ? ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടുതലായി വർദ്ധിക്കുന്നുണ്ട്. നമ്മളെല്ലാം ജനപ്രതിനിധികളല്ലേ? നമ്മൾ മരണ വീടുകളിൽ പോകുന്നവരല്ലേ? കേരളത്തിലെ MLA അല്ലേ? ഞാൻ ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് പറഞ്ഞു, കോവിഡിന് ശേഷം കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചു. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാറില്ല എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന്? പെട്ടെന്ന് യാതൊരു പ്രീസിഡൻസും ഇല്ലാത്ത ആൾ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ഇല്ലയോ? MLA പറ, കൂടിയിട്ടില്ലേ? കുഴഞ്ഞു വീണ് മരിക്കുന്നവർ, സ്ട്രോക്ക് വന്ന് വരുന്നവരുടെ നമ്പർ കൂടിയിട്ടില്ലേ? ക്യാൻസറിന്റെ കൂടിയിട്ടില്ലേ? അതുപോലെ ഓക്സിജൻ കുറയുന്നത്, സോഡിയം കുറയുന്നത്, ലങ്സ് ഡിസീസ്, വളരെ അപകടകരമായ തരത്തിൽ കേരളത്തിൽ മരണനിരക്ക് വർദ്ധിക്കുകയും അപ്പൊ ഒരു പോസ്റ്റ് കോവിഡ് അനാലിസിസ് ഞാൻ കഴിഞ്ഞ വർഷം ഇതിവിടെ പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ല. ശാസ്ത്രീയമായ അടിത്തറ വേണ്ടത് ഗവൺമെന്റിനാണ്. ഗവൺമെന്റിന്റെ കയ്യിൽ ഹെൽത്ത് ഡാറ്റ ഉണ്ട്. നിങ്ങൾ 14 ജില്ലകളിലെ 14 പഞ്ചായത്തുകൾ നിങ്ങൾ പരിശോധിക്കുക. ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കും കോവിഡിന് ശേഷമുള്ള മരണനിരക്കും അവിടുത്തെ ലോക്കൽ പഞ്ചായത്തിൽ ഡെത്ത് രജിസ്ട്രേഷൻ വെച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ പരിശോധിക്കുക എന്താ മരണ കാരണം, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് മരിക്കുന്നത്. അതിനൊക്കെയല്ലേ ആരോഗ്യ വകുപ്പ്. നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കും. ഈ സംവിധാനം ചെയ്യണ്ടേ ആരോഗ്യ വകുപ്പ്? അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗം പോവുകയാണ്. മനുഷ്യന്റെ ആരോഗ്യം പോവുകയാണ്. നമുക്ക് ഒരു ഇതുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ അമീബിക് ജ്വരം വന്നപ്പോ എപ്പോഴും ഈ 10 കൊല്ലം മുമ്പ് പോകുന്ന എന്തിനാ?
പോയി അബദ്ധത്തിൽപ്പെട്ടില്ലേ മന്ത്രി? 2018 ഒരു സാധനം സ്ക്രാപ്പ് ചെയ്ത് 2013 അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഒരു സ്റ്റഡി നടത്തിയിട്ട് ഗവൺമെന്റിന് കൊടുത്തിട്ട് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, കേരളത്തിലെ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യം റിപ്പോർട്ട് ചെയ്തെന്ന ഫസ്റ്റ് കേസ് 2016 ഫസ്റ്റ് കേസ് 2016 ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്ത്. 2013 അതല്ല, 2013 അതിന്റെ റിസൾട്ട് ഇതാണ്. മോസ്റ്റ് ഓഫ് ദി corneal ulcers responded well to treatment which was started early in their course due to early detection of the parasite by direct microscopy of confirmation. കണ്ണിൽ വരുന്ന ഒരു അൾസറിനെ കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ടാണ്. അതാണ് 2018 ജേർണലിൽ വന്നത്. 2013 അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് ഇവിടെ റിപ്പോർട്ട് കൊടുത്തു. ഗവൺമെന്റ് നടപടി സ്വീകരിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 12 കൊല്ലം മുമ്പ് നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഈ മസ്തിഷ്ക ജ്വരം വരുന്നതെന്ന് ഈ ആരോഗ്യമന്ത്രി അല്ലാതെ ആരെങ്കിലും പറയോ? ഇനി വച്ചൊന്നിരിക്കട്ടെ, അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് 9.5 കൊല്ലമായില്ലേ? ഈ ഇവിടെ 3 കൊല്ലമായിട്ട് മസ്തിഷ്ക ജ്വരം 2021 തൊട്ട് റിപ്പോർട്ട് ചെയ്ത് വരുമല്ലേ? എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. എന്ന് മുതലാണെന്ന് മന്ത്രി തന്നെ പറഞ്ഞുണ്ട്. The minister said that while the first case came to light in 2016 in Tiramala ward, 2 cases each came to light in Malappuram in 2019 and 2020. ഇതാണ്. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എന്ന് ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഒരു മന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോ എന്തിനാണ് 12 കൊല്ലം മുമ്പ് ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ തലയിൽ കൊണ്ടുപോയി അത് കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? 2016 ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത്. ഞാൻ മന്ത്രി മറുപടി പറഞ്ഞു, എല്ലാ രേഖകളും ഇത് മീഡിയ സ്കാനിങ് ആൻഡ് വെരിഫിക്കേഷൻ സെല്ലാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻ ഡേറ്റ് ആണ്. അതിലാണ് സംസ്ഥാനത്തെ മന്ത്രി വീണ ജോർജ് പറഞ്ഞതിനെ കുറിച്ച് ഇതിനകത്തുള്ളത്. ആദ്യത്തെ കേസ് 2016 കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുക. എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നാടൊരു സിറ്റുവേഷൻ നേരിടുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യില്ല. ഏത് കാര്യത്തിനാ ഞങ്ങളെ സപ്പോർട്ട് ഇല്ലാത്തത്? ഏത് നല്ല കാര്യത്തിനാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത്? എന്തിനാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത്? ഇങ്ങനത്തെ ഒരു രോഗത്തെ നേരിടുന്ന കാര്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും എതിർക്കും? ഞങ്ങൾ ഗവൺമെന്റിന് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കില്ലേ? പക്ഷേ നിങ്ങൾ എല്ലാം രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. ഒരു മുൻകരുതലും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ഉറവിടം കണ്ടെത്തുന്നതിൽ പൂർണ്ണമായ പരാജയമാണ്. നിങ്ങൾ റിയാക്റ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പബ്ലിക്കിന് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. ഇതെല്ലാം നമ്മുടെ മരണനിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാര്യം ഗൗരവമായി നമ്മൾ പരിശോധിക്കണ്ടേ? അതിനു പകരം നിങ്ങൾ എന്തെല്ലാമാണ് പറയുന്നത്? പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയാണ്. 10 കൊല്ലം മുമ്പ് നിങ്ങൾ ഓരോ വകുപ്പിലും എടുത്തു നോക്ക്. 10 കൊല്ലം മുമ്പ് ഓരോ വകുപ്പിലെ അലോക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അലോക്കേഷനായിട്ട് താരതമ്യമുണ്ടോ? അച്യുതാനന്ദ ഗവൺമെന്റുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്ത്. ഹെൽത്തിൽ അലോക്കേഷൻ എന്തായിരുന്നു? അതിനേക്കാൾ കൂടുതലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അലോക്കേഷൻ. അതിനെ